ഹായ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മൊഡ്യൂൾ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ലാസ്റ്റ് മൊഡ്യൂൾ ബജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. അതിൽ എന്താണ് ബജറ്റ്, എന്താണ് ബജറ്റിങ്, എന്താണ് ബജറ്ററി കൺട്രോൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബജറ്ററി കൺട്രോൾ, ഈ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ബജറ്റ് എന്നുള്ളത് നോക്കാം. ബജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. ഒരു ഫ്യൂച്ചർ ഡെഫിനിറ്റ് പീരീഡിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഇൻകത്തിൻ്റെയും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. ദെൻ ബജറ്റിംഗ്. എന്താണ് ബജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് ബജറ്റ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബജറ്റ്. ഒരു ബജറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ ആ ഒരു ബജറ്റിൻ്റെ ഓപ്പറേഷനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സിംപ്ലി എൻ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് ദി ബജറ്റ്. ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള എൻ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബജറ്ററി കൺട്രോൾ എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ബജറ്ററി കൺട്രോൾ? എ സിസ്റ്റം ഓഫ് യൂസിങ് ബജറ്റ്സ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദി കോസ്റ്റ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബജറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബജറ്റിനെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു മീനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്. എന്താണ് ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബജറ്ററി കൺട്രോൾ. വിച്ച് ഇൻക്ലൂഡ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്, ബജറ്റിൻ്റെ പ്രിപ്പറേഷന്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേഷൻസ്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ആക്ച്വലായിട്ടുള്ളതുമായിട്ടുള്ള പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക, അതുപോലെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബജറ്ററി കൺട്രോളിൽ ഉൾക്കൊള്ളുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബജറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്കിനി ബജറ്റിൻ്റെ അതുപോലെ തന്നെ ബജറ്ററി കൺട്രോളിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ടു എയ്ഡ് ദ പ്ലാനിങ് ഓഫ് ആനുവൽ ഓപ്പറേഷൻസ്. ആനുവൽ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാനുള്ള ഒരു എയ്ഡാണെന്ത്, ബജറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി വേരിയസ് പാർട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലുള്ള ആക്ടിവിറ്റീസുകളെ കോർഡിനേറ്റ് ചെയ്യാനാണ് ബജറ്റും അതുപോലെ തന്നെ ബജറ്ററി കൺട്രോളും. ദെൻ തേർഡ് ടു കമ്മ്യൂണിക്കേറ്റ് പ്ലാൻസ് ടു ദി വേരിയസ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ മാനേജേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്റർ മാനേജേഴ്സിനോട് പ്ലാൻസിനുകളെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഫോർത്ത് ടു മോട്ടിവേറ്റ് മാനേജേഴ്സ് ടു സ്ട്രൈവ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷനിലെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ നെക്സ്റ്റ് ടു കൺട്രോൾ ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെ കൺട്രോൾ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ടു എലിമിനേറ്റ് ദി വേസ്റ്റേഴ്സ് ഓഫ് ഓൾ കൈൻഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും അല്ലേ, അത്തരത്തിലുള്ള വേസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യാൻ ബജറ്ററി കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ടു പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക് അഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ റിസൾട്ട് ക്യാൻ ബി കമ്പയർഡ്. ആക്ച്വൽ റിസൾട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു യാർഡ് സ്റ്റിക്കായിട്ട്, ഒരു സ്റ്റാൻഡേർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബജറ്ററി കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ്. മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ.
Then next, to reduce the uncertainties reduce ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെയാണ് ബജറ്ററി കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ്, ഒരു ബജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ്. നിർബന്ധമായിട്ടും ഒരു ബജറ്ററി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സപ്പോർട്ട് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ബജറ്ററി കൺട്രോൾ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ദി ഓൾ ഹാർട്ടഡ് സപ്പോർട്ട് ഓഫ് ഓൾ മാനേജർ പേഴ്സൺസ് ഇൻ വെരി നെസസറി ടു ദി സക്സസ് ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം. ആ ബജറ്ററി കൺട്രോൾ സിസ്റ്റം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിലുള്ള ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് നിർബന്ധമാണ്. ദെൻ നെക്സ്റ്റ്, ഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ്? ദി എക്സിസ്റ്റൻസ് ഓഫ് ഫോർമൽ ആൻഡ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി ഓഫ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ബജറ്ററി കൺട്രോൾ. എന്തായിരിക്കണം? ഓർഗനൈസേഷനിലുള്ള സിസ്റ്റംസ് വളരെ ഫോർമലായിരിക്കണം. എന്നാലാണ് ഈ ഒരു ബജറ്ററി കൺട്രോൾ സക്സസ് ആവുള്ളൂ. ദെൻ നെക്സ്റ്റ്, ബജറ്റ് സെൻറ്റേഴ്സ്. For budgetary control purposes, the entire organization will be split into number of departments, area of functions known as centers. എന്താണ്? ഈ ഒരു ഓർഗനൈസേഷനിൽ ബജറ്ററി കൺട്രോൾ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിലെ ഓരോ സെൻറ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, known as centers, and budget will be prepared for each center. ഓക്കെ, അത്തരത്തിലുള്ള ഓരോ സെൻറ്ററിനും എന്ത് ചെയ്യണം? ബജറ്റ് പ്രിപ്പയർ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ബജറ്റ് സെൻറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ സെൻറ്റേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബജറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും വേണം. ദെൻ നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റീസണബിൾ അറ്റൈനബിൾ ഗോൾ. ആ ഓർഗനൈസേഷനിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വേണം. അതുപോലെ തന്നെ റീസണബിളി അറ്റൈനബിൾ ആയിട്ടുള്ള ഗോൾസും വേണം. ദെൻ നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റീവ് ബജറ്റിംഗ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് ബജറ്റിംഗ്? എവറി എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബജറ്റ് ഷുഡ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് പാർട്ട് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. ഓക്കെ, എന്താണ്? ആ ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലും ഓർഗനൈസേഷനിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. എന്നാലാണ് അത് സക്സസ് ആവുള്ളൂ. ദെൻ നെക്സ്റ്റ്, ബഡ്ജറ്റ് കമ്മിറ്റീസ്. ആ ഓർഗനൈസേഷനിൽ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബജറ്റ് കമ്മിറ്റി അവിടെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ദി വർക്ക് ഓഫ് പ്രിപ്പയറിംഗ് ബജറ്റ്, എ മാനുവൽ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു എ ബജറ്റ് കമ്മിറ്റി. ആ ഓർഗനൈസേഷനിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബജറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയെടുക്കണം. അത് എസെൻഷ്യലാണ് ബജറ്ററി കൺട്രോളിന്. ദെൻ നെക്സ്റ്റ്, കോംപ്രഹെൻസീവ് ബജറ്റിംഗ്. ഓക്കെ, ബജറ്റിംഗ് ഷുഡ് നോട്ട് ബി പാർഷ്യൽ. എന്താണ്? ബജറ്റിംഗ് ഒരു പാർഷ്യൽ ആവരുത്. ഇറ്റ് ഷുഡ് കവർ ഓൾ ദി ഫങ്ഷൻസ്. സെപ്പറേറ്റ് ഫങ്ഷൻസ് മാത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ബജറ്റ് ഉണ്ടാക്കിയത്. ഓർഗനൈസേഷനിലുള്ള എല്ലാ ഫങ്ഷൻസും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ബജറ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ബജറ്റ് എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യണം? കവർ ചെയ്യണം എന്നർത്ഥം. ദെൻ ആഡിക്കേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ആ ഓർഗനൈസേഷനിൽ ആഡിക്കേറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ്, പീരിയോഡിക് റിപ്പോർട്ടിംഗ്. ആ ഓർഗനൈസേഷനിൽ എന്താണ്? ടൈംലി ആയിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ദർ ഷുഡ് ബി എ പ്രോംപ്റ്റ് ആൻഡ് ടൈംലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. എന്താണ്? ടൈംലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വേണം. എന്നാൽ ഈ ഒരു ബജറ്ററി കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എസെൻഷ്യൽസ് ഓഫ് എ ബജറ്ററി കൺട്രോൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. എംപ്ലോയീസിന് ബജറ്റിങ്ങിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അവെയർ ആക്കി കൊടുക്കണം. ദെൻ ടൈംലി റിപ്പോർട്ടിങ്. ഓരോ ഇൻഫർമേഷൻസും ടൈംലി എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് എസെൻഷ്യൽസ് ഓഫ് എ ബജറ്ററി കൺട്രോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ബജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ബജറ്റിങ്ങിൽ അല്ലെങ്കിൽ ബജറ്ററി കൺട്രോളിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തേത്, എസ്റ്റാബ്ലിഷിംഗ് ബജറ്റ് ഫോർ ഈച്ച് സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ്? ഓർഗനൈസേഷൻ്റെ ഓരോ സെക്ഷനിലും എന്ത് ചെയ്യണം? ബജറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. രണ്ടാമത്തത്, റെക്കോർഡിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന ആക്ച്വൽ പെർഫോമൻസ് റെക്കോർഡ് ചെയ്യണം.
മൂന്നാമത്തത് കമ്പയറിങ് കണ്ടിന്യൂസ്ലി ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്റഡ്. എന്താണ് ഓർഗനൈസേഷനിലുള്ള ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ ബജറ്റഡ് പെർഫോമൻസും എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് ദ ഡിഫറൻസ് ഓർ വേരിയൻസ് ബിറ്റ്വീൻ ബജറ്റ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. ഓർഗനൈസേഷനിലുള്ള ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബജറ്റഡ് പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതിൻ്റെ എത്രയാണോ ഡിഫറൻസ് എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് അനലൈസിങ് ദ കോസസ് ഫോർ സച്ച് ഡിഫറൻസ് ഓർ വേരിയൻസ്. അപ്പം ഡിഫറൻസ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ ആ വേരിയൻസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് അനലൈസ് ചെയ്യണം. ദ നെക്സ്റ്റ് ഫർണിഷിംഗ് ദ ബജറ്റ് റിപ്പോർട്ട് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് ബജറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, ഫർണിഷ് ചെയ്യണം. ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വെർ നെസസറി. എവിടെയാണോ നിർബന്ധമായിട്ട് ആക്ഷൻസ് എടുക്കേണ്ടത് അവിടെ ആക്ഷൻസ് എടുക്കണം. അതുപോലെ തന്നെ റിവൈസിങ് ബജറ്റ് മാറ്റണം അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബജറ്റ് റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ബജറ്റിങ്ങിൻ്റെ സ്റ്റെപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.